അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ചിട്ടുള്ളത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു മാനവരാശിയെയും ജിന്നുവർഗത്തെയും മുഴുവനായും അവരെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുവാൻ വേണ്ടിയാണ്. ഈ ഒരൊറ്റ ജീവിത ലക്ഷ്യം നമ്മിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് കൃത്യമായി നമ്മുടെ എല്ലാ സമയവും വിശുദ്ധമായ ഇബാദത്തിലായി നമുക്ക് ജീവിക്കാൻ കഴിയും. അതിന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നിയ്യത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, പഴയകാല മുൻഗാമികളായ സലഫുസ്സാലിഹീങ്ങൾ അവരുടെ കുട്ടികൾക്ക് നിയ്യത്ത് എങ്ങനെ വെക്കണം, ഓരോ വിഷയം അള്ളാഹു നമുക്ക് മക്കളെ നൽകിയിട്ടുണ്ട്, അവരെ നോക്കാൻ, അതുപോലെ തന്നെ നമുക്ക് നൽകിയ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ, ഉപ്പമാരെ, ഇതൊക്കെ നോക്കാൻ നമുക്ക് ജോലിക്ക് പോകേണ്ടി വരും. മറ്റുള്ള പല വിഷയങ്ങളുമായി നമ്മൾ ബന്ധപ്പെടേണ്ടി വരും. പല വിധത്തിലുള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട ചുറ്റുപാടിൽ നമ്മൾ അങ്ങനെ ജീവിക്കേണ്ടിയൊക്കെ വരും. പക്ഷെ അവിടങ്ങളിലെല്ലാം നാം ചെയ്യേണ്ട ചില കാര്യങ്ങളിലൂടെ ഒരു മുഅ്മിനായ മനുഷ്യന് അവൻ്റെ മുഴു സമയവും ഇബാദത്താക്കാൻ പറ്റും. അതിന് നല്ലതുപോലെ നമ്മൾ നിയ്യത്ത് വെക്കാൻ പഠിക്കണം. ഓരോ വിഷയത്തിലും നമ്മൾ നിയ്യത്തിനെ മെച്ചപ്പെടുത്തി മുന്നോട്ട് ഗമിക്കുമ്പോൾ വലിയ ഒരു റിസൾട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വരും. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുന്ന വിഷയം നമുക്കൊക്കെ അറിയാലോ. ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്. അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് റബ്ബിൻ്റെ മാർഗത്തിൽ നീ എന്ത് ചെലവഴിച്ചാലും, ഹത്താ മാ തജ്അലു ഫീ ഇംറഅതിക, നീ നിൻ്റെ ഭാര്യയുടെ വായയിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണത്തിന് പോലും നിയ്യത്ത് നന്നെങ്കിൽ നിനക്ക് കൂലിയുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഫമൻ ഹമ്മ ബിഹസന വലം യഅമൽഹ, ഒരു നന്മ കരുതിയാൽ മതി, ചെയ്തിട്ടില്ലെങ്കിലും കുതിബത്ത് ലഹു ഹസന, അവനൊരു നന്മയെ അള്ളാഹു രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ചെയ്താൽ 10 ഇരട്ടിയാണ്. ഇഖ്ലാസ് കൂടുന്തോറും അതിൻ്റെ ഇരട്ടി കൂടി വരും. ഈ രൂപത്തിലുള്ള വലിയ പ്രതിഫലം അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ജീവിത ലക്ഷ്യമായ ഇബാദത്തിനെ നാം നല്ല നിയ്യത്തുകളിലൂടെ നമ്മൾ മൊഞ്ചാക്കി നമ്മുടെ എല്ലാ അർത്ഥത്തിലും അതൊരു വലിയൊരു എക്സസൈസാണ്. ജീവിതത്തിൽ എത്ര കണ്ട് നമുക്ക് നിയ്യത്ത് വെക്കാൻ പഠിക്കാൻ കഴിയുമോ അത്രയും നമ്മൾ നിയ്യത്ത് വെച്ച് പരിശീലിച്ച് സദാസമയം നമുക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുന്ന അള്ളാഹുവിൻ്റെ മുഖ്ലിസീങ്ങളായ ആബിദീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ജീവിത ലക്ഷ്യമായ ഇബാദത്തിനെ മുറുകെ പിടിക്കാൻ നിയ്യത്തിനെ നല്ലതുപോലെ നമ്മൾ പരിശീലിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവൻ്റെ ഇബാദു സ്വാലിഹീങ്ങൾ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.